ടെൽ അവീവിലെ സൈനിക കേന്ദ്രങ്ങൾ വീണ്ടും യമൻ ആക്രമിച്ചു. പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ട് അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് യമന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതോടനുബന്ധിച്ച് തന്നെ ചെങ്കടൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ എന്ന കപ്പലിന് നേരെ ആക്രമണം മറ്റൊരു രീതിയിലും നടന്നായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ അക്രമവും ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ യമനെ തിരിച്ച് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഇസ്രായേൽ മറുപടി നൽകിയിട്ടില്ല. മേഖല യുദ്ധകലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. മാത്രവുമല്ല, ഒറ്റ തിരിഞ്ഞുകൊണ്ടും കൂട്ടായ രീതിയിലും ഇസ്രായേലിനെ പൊതിഞ്ഞു കെട്ടിയിട്ട് ആക്രമിക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഇസ്രായേലിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരു തരത്തിലുള്ള ആക്രമണം യമൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിലും പ്രത്യാക്രമണം ഇല്ലാതെ അല്ലെങ്കിൽ പ്രതിരോധമില്ലാത്ത രീതിയിൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നത്. ഇതിനു മുൻപ് ഇറാഖ് അമേരിക്കൻ യുദ്ധം നടക്കുന്ന കാലത്ത് സദ്ദാം ഹുസൈൻ ഇസ്രായേലിനെതിരെ മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ആ തൊടുത്തുവിട്ടതിനോടനുബന്ധിച്ച് അതിൽ വളരെ കൃത്യമായിരിക്കും നിലപാട് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജോർജ് ബുഷ് അന്ന് എടുത്തിരുന്നു. തിരിച്ചാക്രമിക്കരുത്, അത് വലിയ മഹായുദ്ധമായിട്ട് മാറുമെന്ന് മാത്രമല്ല, ഇസ്രായേൽ ഭൂപ്രദേശത്ത് നിന്ന് അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. യമൻ്റെ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിക്കാത്തത് മേഖലാ യുദ്ധമായിട്ട് മാറുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല എന്നൊരു പേടി അവർ